അപ്പോൾ ഡ്രം സ്റ്റിക്ക് മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു സവാള ചെറുതായി നുറുക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവാള നന്നായി വഴന്നു വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളക് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ സവാളയും തക്കാളിയും എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് മസാലയൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ മസാലകളെല്ലാം നന്നായി വെന്ത് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുരിങ്ങക്കായ ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് യോജിപ്പിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ മുരിങ്ങക്കായ നന്നായി വെന്തിട്ടുണ്ട്. മസാലയൊക്കെ നന്നായി പിടിച്ച് നല്ല ടേസ്റ്റിയായ ഡ്രം സ്റ്റിക്ക് മസാല ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഈ വീഡിയോയും റെസിപ്പിയും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.